Hi dears, welcome to Easy Maths. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടീനെ കുറിച്ചല്ലേ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടീനെ കുറിച്ച് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി: when we add or subtract or multiply or divide numbers together in any order without changing the result. അതായത് നമ്മൾ നമ്പേഴ്സ് ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും അതിൻ്റെ റിസൾട്ടിൽ മാറ്റം വരാൻ പാടില്ല. ഓർഡർ ഡസൻ മാറ്റർ. കൂടെ നോക്കേണ്ടത് LHS. LHS എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. RHS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് എന്തെന്നാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവാൻ പറ്റും. അതായത് ഇപ്പോൾ ടീച്ചർ പറയാണ് രണ്ട് കുട്ടികളോട് ഇതിൽ എത്ര ടോയ്സ് ഉണ്ടെന്ന്. എത്ര ടോയ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര ബോൾസ് ഉണ്ടെന്നാണോ എത്ര ബാറ്റ് ഉണ്ടോ എന്നല്ല എന്ന് ചോദിക്കുന്നത്. എത്ര ടോയ്സ് ഉണ്ടെന്നാണ് അല്ലേ. എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് പറഞ്ഞു എത്രയാണ്? 3 ടോയ്സ് ഉണ്ടെന്ന്. ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് എന്ത് പറഞ്ഞു? 3 ടോയ്സ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് 3 ടോയ്സ്. അപ്പോൾ ടീച്ചർ ചോദിച്ചു എങ്ങനെയാണ് കൗണ്ട് ചെയ്തതെന്ന്. അപ്പോൾ എ പറഞ്ഞു 2 ബോൾസ് പ്ലസ് 1 ബാറ്റ്. ഓക്കെ. അപ്പോൾ ബി പറഞ്ഞു 1 ബാറ്റ് പ്ലസ് 2 ബോൾസ്. അങ്ങനെയാണ് കൗണ്ട് ചെയ്തതെന്ന്. അപ്പോൾ രണ്ടുപേരും ഡിഫറെൻ്റ് ഓർഡറിലാണ് കൗണ്ട് ചെയ്തത് അല്ലേ. അതായത് ഇവർ കൗണ്ട് എ എന്ന് പറഞ്ഞത് കൗണ്ട് ചെയ്തത് ബോളാണ് ആദ്യം എടുത്തത്, 2 ബോൾ പ്ലസ് 1. ഓക്കെ. ബി എന്ന് പറഞ്ഞതോ ബാറ്റാണ് ആദ്യം എടുത്തത്, 1 ബാറ്റ് പ്ലസ് 2 ബോൾ. അപ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്ത് കണ്ടോ, 2 + 1 എന്നുള്ളത് 1 + 2 ആയി മാറി രണ്ടാമത്തെ കുട്ടിയിൽ അല്ലേ. അപ്പോൾ നമുക്കിത് ഇക്വേഷൻ വൈസിൽ ഏതാണെങ്കിൽ എങ്ങനെ എഴുതാം പറഞ്ഞില്ലേ? LHS ഈക്വൽ ടു RHS എന്ന്. അതായത് ഫസ്റ്റ് കുട്ടി എന്ത് പറഞ്ഞു? 2 + 1. 2 + 1 ഈക്വൽ ടു സെക്കൻഡ് കുട്ടി 1 + 2. ഓക്കെ. ഇപ്പോൾ 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 + 2 എന്ന് പറഞ്ഞാൽ അതും 3 ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഓർഡർ ഡസൻ മാറ്റർ ആണ്. LHSഉം RHSഉം എന്താണ്? ഈക്വൽ ആണ്. ക്ലിയർ ആയോ? ഇനി അത് നാച്ചുറൽ നമ്പേഴ്സിൽ ട്രൂ ആവുമോ എന്ന് നോക്കാം. അഡീഷൻ്റെ കേസിൽ നോക്കാം. A + B ഈക്വൽ ടു B + A. ഇതിൽ A + B എന്ന് പറയണ ഓർഡർ ചേഞ്ച് ചെയ്തു അല്ലേ. അതായത് ഇത് LHS ആണ്, ഇത് RHS ആണ്. LHS ഈക്വൽ ടു RHS ആണോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ രണ്ട് കണ്ടീഷനാണ് നോക്കേണ്ടത്. ഓർഡർ ഡസൻ മാറ്റർ, അതുപോലെ തന്നെ LHS ഈക്വൽ ടു RHS. ഒരു എക്സാമ്പിൾ നോക്കാം. 3 + 2 ഈക്വൽ ടു ഓർഡർ ചേഞ്ച് ആണ് 2 + 3. 3 + 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. 2 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 5 ആണ്. അപ്പോൾ അഡീഷണൽ കേസിൽ എന്തായി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ ആണ്. സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ ഇതുപോലെ തന്നെ A - B രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു ഓർഡർ ചേഞ്ച് ചെയ്യണം അല്ലേ. B - A. ഇതെന്താണ്? LHS ആണ്. ഇതെന്താണ്? RHS. 1 - 2 ഈക്വൽ ടു ഓർഡർ ചേഞ്ച് ചെയ്യണം 2 - 1. 1 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഈക്വൽ ടു എന്താണ്? 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ ഈ -1ഉം 1ഉം ഈക്വൽ ആണോ? അല്ല അല്ലേ. അതായത് LHSഉം RHSഉം ഈക്വൽ അല്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സബ്സ്ട്രാക്ഷൻ ട്രൂ അല്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നോക്കാം. അതായത് A × B ഈക്വൽ ടു B × A ആണോ എന്നാണ് നോക്കുന്നത്. അതായത് LHS ഈക്വൽ ടു RHS ആണോ എന്ന്. 1 × 2 ഈക്വൽസ് 2 × 1. 1 × 2 എന്താണ്? 2 ആണ്. 2 × 1 എന്താണ്? 2 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും LHSഉം RHSഉം ഈക്വൽ ആയില്ലേ. അപ്പോൾ നമുക്ക് പറയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ട്രൂ ആണ്. ഡിവിഷൻ്റെ കേസിൽ നോക്കാം. അതായത് A / B ഈക്വൽ ടു B / A ആണോന്ന് അല്ലേ. ഇതിൻ്റെ എന്ത് നോക്കണം നമ്മൾ? LHS ഈക്വൽസ് RHS ആണോ എന്ന് നോക്കണം.
ഒരു എക്സാമ്പിൾ നോക്കാം. 2 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2. ഇത് നമ്മൾ എന്ത് ചെയ്തു? 2 ബൈ 1 ഈക്വൽ ടു 1 ബൈ 2 അല്ലേ? അപ്പോൾ 2 ബൈ 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 1 ബൈ 2 എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടും 2 ആണ് അല്ലേ ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈസ് നോട്ട് ഈക്വൽ ടു, അതുപോലെ തന്നെ LHSും RHSും ഈക്വൽ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ്റെ കേസിൽ ഫോൾസ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെയൊക്കെയാണ്? അഡീഷൻ്റെ കേസിലാണെങ്കിൽ ട്രൂ ആണ്, സബ്സ്ട്രാക്ഷൻ്റെ കേസിലാണെങ്കിൽ ഫോൾസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ ട്രൂ ആയിരുന്നു, ഡിവിഷൻ്റെ കേസിലാണെങ്കിൽ ഫോൾസ്. മനസ്സിലായോ? ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ നോക്കാം. ഫസ്റ്റ് അഡീഷൻ്റെ കേസിൽ നോക്കാം. അതായത് രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് സെയിം ആണെന്നല്ലേ. അതായത് A പ്ലസ് B ഈക്വൽ ടു B പ്ലസ് A. അതിലും നമ്മൾ എന്ത് പറയും? LHS ഈക്വൽ ടു RHS. ഓക്കെ, അതിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് തുടങ്ങല്ലേ, അത് തന്നെ വെച്ച് നോക്കാം. 0 പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് 0. 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 1 ഈക്വൽ ടു 1 പ്ലസ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ LHS ഈക്വൽ ടു RHS തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ കേസിൽ അഡീഷൻ്റെ കേസിൽ ട്രൂ ആണ്. ഇനി സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ A മൈനസ് B ഈക്വൽ ടു B മൈനസ് A. LHS ഈക്വൽസ് RHS ആണെന്ന് നോക്കണം അല്ലേ. അതായത് 1 മൈനസ് 0 ഈക്വൽ ടു 0 മൈനസ് 1. 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1 ആണ് അല്ലേ. അപ്പോൾ ഇത് ഈ 1ഉം ഇത് പോസിറ്റീവ് 1 ആണ്, ഇത് നെഗറ്റീവ് 1 ആണ് അല്ലേ. അത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് LHSും RHSും നോട്ട് ഈക്വൽ ടു ആണ് അല്ലേ. അപ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ സബ്സ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് ഫോൾസ് ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സ് തമ്മിൽ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. A ഇൻറ്റു B ഈക്വൽ ടു B ഇൻറ്റു A. LHS ഈക്വൽ ടു RHS. എക്സാമ്പിൾ നോക്കാം. 1 ഇൻറ്റു 0 ഈക്വൽ ടു 0 ഇൻറ്റു 1. 1 ഇൻറ്റു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 തന്നെയാണ്. 0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും 0 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിൽ LHSും RHSും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഹോൾ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ട്രൂ ആണ്. ഇനി ഡിവിഷൻ്റെ കേസിൽ A ഡിവൈഡഡ് ബൈ B ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ A ആണെന്ന് നോക്കാം. അതായത് LHS ഈക്വൽ ടു RHS. 1 ഡിവൈഡഡ് ബൈ 0 ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ 1 ആണോ? അതായത് 1 ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ 0 ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ 1 അല്ലേ. അപ്പോൾ 1 ബൈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ 0 ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? LHSും RHSും നോട്ട് ഈക്വൽ ടു അല്ലേ. അപ്പോൾ എന്താണ്? ഹോൾ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഫോൾസ് ആണ്. പ്രോപ്പർട്ടിയിൽ ഹോൾ നമ്പേഴ്സിൻ്റെ കൺക്ലൂഷൻ നോക്കാം. അഡീഷൻ കേസിലാണെങ്കിൽ അത് ട്രൂ ആണ്. സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ എന്താണ്? ഫോൾസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ട്രൂ ആണ്. ഡിവിഷൻ്റെ കേസിൽ ഫോൾസ് ആണ്. ക്ലിയർ ആയോ? നമുക്കിനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഇൻറ്റീജേഴ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അഡീഷൻ, അതായത് എക്സാമ്പിൾ നോക്കാം. A പ്ലസ് B ഈക്വൽ ടു B പ്ലസ് A. അതിൻ്റെയും LHS ഈക്വൽ ടു RHS. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. -5 ഇൻറ്റീജേഴ്സ് അല്ല, അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും വരുമല്ലോ. പ്ലസ് 2 ഈക്വൽ ടു 2 പ്ലസ്
-5. -5 + 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻറ്റ് സയൻസ് ആണ് അല്ലേ? ഡിഫറൻറ്റ് സയൻസ് വരുമ്പോൾ ബിഗ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്യണം. 5 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. എന്നിട്ട് ബിഗിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ 5ൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? -3 = 2 + -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും എന്താണ്? ഡിഫറൻറ്റ് സയൻസ് ആണ് അല്ലേ? അപ്പോൾ ഈ ബിഗിന്ന് സ്മോൾ മൈനസ് ചെയ്യുമ്പോൾ 5 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, ബിഗിൻ്റെ സൈൻ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ -3 ഈക്വൽ ആയില്ലേ? അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ അഡീഷൻ്റെ കേസിൽ LHSഉം RHSഉം ഈക്വൽ ആണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ഇനി സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ A - B = B - A, LHS = RHS. എക്സാമ്പിൾ നോക്കാം. -5 - -2 = -2 - -5. ഇതിൻ്റെ കേസിൽ എന്താണ്? സബ്ട്രാക്ഷൻ്റെ കേസിൽ നമ്മൾ അഡീഷൻ്റെ ഫോമിലേക്ക് മാറ്റണം അല്ലേ? എങ്ങനെയാണ്? -5 + -2ൻ്റെ സൈൻ മാറ്റണം അല്ലേ? അപ്പോൾ +2 ആക്കും. -2 ഫസ്റ്റ് ടൈം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. +2 സെക്കൻഡ് ടേമിൻ്റെ സൈൻ മാറ്റണം. -5ൻ്റെ സൈൻ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്നത് +5 ആണ്. അപ്പോൾ 5 കിട്ടും. അപ്പോൾ -5 + 2 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ വരിക? ബിഗിന്ന് സ്മോൾ മൈനസ് ചെയ്തിട്ട് 3 കിട്ടും, ബിഗിൻ്റെ സൈൻ അല്ലേ? അപ്പോൾ -3 = -2 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗിന്ന് സ്മോൾ മൈനസ് ചെയ്യുക 3, അപ്പോൾ ബിഗിൻ്റെ സൈൻ എന്താണ് ഇവിടെ? പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ആൻസർ -3 എന്നും കിട്ടിയത് +3 ആണ് അല്ലേ? അപ്പോൾ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ LHSഉം RHSഉം ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൻറ്റീജേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഫോൾസ് ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നോക്കാം. A × B = B × A, LHS = RHS. അതായത് എക്സാമ്പിൾ നോക്കാം. -5 × 2 = 2 × -5. -5 × 2 അപ്പോൾ ഡിഫറൻറ്റ് സയൻസ് അല്ലേ? ഒരു നെഗറ്റീവും പോസിറ്റീവും. ഡിഫറൻറ്റ് സയൻസ് വരുമ്പോൾ നമുക്ക് ആൻസറിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 5 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അപ്പോൾ ആൻസർ -10. ഇത് 2 × -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് സയൻസ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് ആൻസർ വരാം. ഇത് 2 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അപ്പോൾ -10. അപ്പോൾ ഈ കേസിൽ എന്താണ്? LHSഉം RHSഉം ഈക്വലായി. ഓക്കെ, അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ ആണ്. ഇനി ഡിവിഷൻ്റെ കേസിൽ A / B = B / A, അതായത് LHS = RHS. എക്സാമ്പിൾ നോക്കാം. -5 / 2 = 2 / -5. നമ്മൾ എന്ത് ഫോമിലാക്കണം? മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോമിൽ അല്ലേ? അതായത് -5 × റെസിപ്രോക്കൽ ഓഫ് 2, അതായത് 1/2 = 2 × -1/5 അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇപ്പോൾ 95ൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ഇടാത്തത്. അതുപോലെ തന്നെ 2ൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസി അല്ലേ? -5 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5/1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 = 2 × -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -2 / 1 × 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5. ഓക്കെ, -5/2 എന്നും -2/5 എന്ന് പറയുന്നത് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ കേസിൽ LHSഉം RHSഉം ഈക്വൽ അല്ല അല്ലേ? അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ ഡിവിഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോൾസ് ആണ്. അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നോക്കാം. അഡീഷൻ്റെ കേസിലാണെങ്കിൽ ട്രൂ ആണ്, സബ്ട്രാക്ഷൻ്റെ കേസിൽ ഫോൾസ് ആണ്.
മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലോ ട്രൂ ആണ്, ഡിവിഷൻ്റെ കേസിലോ ഫോൾസ് ആണ്. ലെസണിലെ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് എങ്ങനെയാണ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. ഓക്കെ, ഫസ്റ്റ് അഡീഷൻ്റെ കേസിൽ ഇത്ര നേരം നമ്മൾ ചെയ്തത് എങ്ങനെയാണ് a + b = b + a എന്നല്ലേ. പക്ഷേ റാഷണൽ നമ്പറിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? p/q ഫോം അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? p/q ഫോമാണ്. q ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റാഷണൽ നമ്പർ എന്താണ്? a/b, അതൊരു റാഷണൽ നമ്പറാണ്. പ്ലസ് c/d, ഇത് വേറൊരു റാഷണൽ നമ്പറാണ്. അതായത് a/b എന്ന് പറയുന്ന റാഷണൽ നമ്പറാണ്, c/d എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുകയാണ്. ഓർഡർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എന്ന് പറയുമ്പോൾ c/d ആണ് അല്ലേ റാഷണൽ നമ്പർ. ഇപ്പോൾ c/d പ്ലസ് ഫസ്റ്റ് റാഷണൽ നമ്പർ എന്താണ്? a/b. ഇങ്ങനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഫോർമുലയായിട്ട് എഴുതുമ്പോൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് നോക്കണം? LHS = RHS ആണോ എന്നല്ലേ. അപ്പോൾ നമുക്ക് റാഷണൽ നമ്പറിൻ്റെ എക്സാമ്പിൾ നോക്കാം. അതായത് 3/2 പ്ലസ് 5/2 ഈക്വൽസ് 5/2 പ്ലസ് 3/2. ഡിനോമിനേറ്റർ സെയിം ആയ കാരണം നമ്മൾ ഡയറക്റ്റ് ഡിനോമിനേറ്റർ എടുത്ത് എഴുതി. 3 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഈക്വൽസ് ഡിനോമിനേറ്റർ സെയിം ആണ്, 2 എഴുതി. ന്യൂമറേറ്റേഴ്സ് എന്താണ്? 5 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8. അപ്പോൾ 8/2 = 8/2 അല്ലേ. അപ്പോൾ ഈ കേസിൽ LHS = RHS ആണ് അല്ലേ. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ ആണ്. ഇനി സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ നോക്കാം. a/b - c/d ഈക്വൽസ് c/d - a/b. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കണം LHSഉം RHSഉം ഈക്വൽ ആണെന്ന്. LHS ഈക്വൽസ് RHS. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. 3/2 - 5/2 ഈക്വൽ ടു 5/2 - 3/2. അപ്പോൾ എന്താവും? ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ എടുത്ത് എഴുതി. നമ്മൾ എന്താക്കണം? അഡീഷൻ ഫോമിലാക്കണം അല്ലേ. ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ വെച്ചു, 3 ആക്കി വെച്ചു. ഓക്കെ, സബ്സ്ട്രാക്ഷനെ അഡീഷനാക്കി മാറ്റി. പിന്നത്തെ ടേമിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാം. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്, അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -5. ഓക്കെ, ഈക്വൽസ് ഇതുപോലെ തന്നെ ഡിനോമിനേറ്റർ ഇവിടെയും സെയിം ആണ്, അതെടുത്ത് എഴുതി. ഫസ്റ്റത്തെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. പിന്നെ അത് അഡീഷനാക്കി മാറ്റി, സബ്സ്ട്രാക്ഷൻ അഡീഷനാക്കി മാറ്റി. 3ൻ്റെ സൈൻ മാറ്റണം അല്ലേ. 3 പോസിറ്റീവാണ്, അപ്പോൾ എന്തായി? -3 ആയി മാറി. ഓക്കെ, ഇനി നമുക്ക് നോർമലി അഡീഷൻ്റെ ഫോം ആയില്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ വെച്ചു. ബിഗിന്ന് സ്മോൾ ഡിഫറൻസ് സൈൻ ആകുമ്പോൾ ബിഗിന്ന് സ്മോൾ മൈനസ് ചെയ്യണം അല്ലേ. 5 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. എന്നിട്ട് ബിഗിൻ്റെ സൈൻ. അതുപോലെ തന്നെ ഇവിടെയും സൈൻസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ ആദ്യം എടുത്ത് എഴുതി. 5 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ആണ്. ബിഗിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ -2/2 എന്ന് പറയുന്നതും പോസിറ്റീവ് 2/2 എന്ന് പറയുന്നത് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ LHSഉം RHSഉം എന്തായി? ഈക്വൽ ടു അല്ല. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ റാഷണൽ നമ്പേഴ്സിൻ്റെ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നോക്കാം. a/b × c/d ഈക്വൽസ് c/d × a/b. അതിൻ്റെ എന്ത് നോക്കണം? LHS ഈക്വൽസ് RHS ആണോ എന്ന് നോക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. 3/2 × 5/2 ഈക്വൽസ് 5/2 × 3/2.
മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ എന്താണ് ന്യൂമറേറ്റേഴ്സ് ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് ഇൻറ്റു ചെയ്യുക അല്ലേ. 3 × 5 എന്ന് പറഞ്ഞാൽ എന്താണ് 15. 2 × 2 എന്ന് പറഞ്ഞാൽ എന്താണ് 4 ഈക്വൽസ് 5 × 3 എന്ന് പറഞ്ഞാൽ എന്താണ് 15. 2 × 2 എന്ന് പറഞ്ഞാൽ എന്താണ് 4. അപ്പോൾ LHSഉം RHSഉം ഈക്വലാണ് അല്ലേ. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ ആണ്. ഇനി അടുത്തത് ഡിവിഷൻ്റെ കേസിൽ നോക്കാം. അതായത് A/B ഡിവൈഡഡ് ബൈ C/D ഈക്വൽസ് C/D ഡിവൈഡഡ് ബൈ A/B. ഓക്കെ, അത് LHSഉം RHSഉം ഈക്വൽ ആണെന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 3/2 ഡിവൈഡഡ് ബൈ 5/2. പിന്നെ 5/2 ഡിവൈഡഡ് ബൈ 3/2. ഓക്കെ, ഇത് നമ്മളെന്താണ് ഡിവിഷൻ്റെ കേസിൽ റാഷണൽ നമ്പറിൽ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ്റെ രൂപത്തിലാക്കും അല്ലേ. അതായത് 3/2 ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലായിട്ട് ചേഞ്ച് ചെയ്യും, പിന്നെ ഫ്ലിപ്പ് ചെയ്യും. അതായത് 5/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ് 2/5 ഈക്വൽസ് 5/2. ഫസ്റ്റ് കീപ്പ് ചെയ്തു, പിന്നെ ചേഞ്ച് ചെയ്തു അല്ലേ, ഡിവിഷനെ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു ഫ്ലിപ്പ് ചെയ്തു. അതായത് 3/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2/3. മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോമിലായി കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ 3 × 2 എന്ന് പറഞ്ഞാൽ എന്താണ് 6/2 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഈക്വൽസ് 5/2 × 2/3 അല്ലേ. അപ്പോൾ 5 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 10. 2 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. അപ്പോൾ 6/10ഉം 10/6 എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല. ഓക്കെ, ഈസ് നോട്ട് ഈക്വൽ ടു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം, LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. ഓക്കെ, അപ്പോൾ ഈ റാഷണൽ നമ്പറിൽ ഡിവിഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോൾസ് ആണ്. ഇനി നമുക്ക് റാഷണൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയായിരുന്നു എന്ന് കൺക്ലൂഡ് ചെയ്യാം. അഡീഷൻ്റെ കേസിൽ എന്താണ് ട്രൂ ആണ്, സബ്ട്രാക്ഷൻ്റെ കേസിലോ ഫോൾസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണോ ട്രൂ ആണ്, ഡിവിഷൻ്റെ കേസിലോ ഫോൾസ് ആണ്. ഓക്കെ, ഇന്ന് പഠിച്ച ക്ലാസ് ഒന്ന് റീകോൾ ചെയ്യാം അല്ലേ. നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പേഴ്സും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ അഡീഷനിൽ എങ്ങനെയാണ്, സബ്ട്രാക്ഷനിൽ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഡിവിഷൻ എങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആദ്യം നോക്കാം. അഡീഷൻ്റെ കേസിൽ എന്തായിരുന്നു ട്രൂ ആയിരുന്നു, സബ്ട്രാക്ഷൻ്റെ കേസിൽ ഫോൾസ്, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ട്രൂ ആയിരുന്നു, ഡിവിഷൻ്റെ കേസിൽ ഫോൾസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഹോൾ നമ്പേഴ്സിൽ അഡീഷൻ ട്രൂ, സബ്ട്രാക്ഷൻ ഫോൾസ്, മൾട്ടിപ്ലിക്കേഷൻ ട്രൂ, ഡിവിഷൻ ഫോൾസ്. ഇൻറ്റിജേഴ്സിലോ അഡീഷനിൽ ട്രൂ, സബ്ട്രാക്ഷനിൽ ഫോൾസ്, മൾട്ടിപ്ലിക്കേഷനിൽ ട്രൂ, ഡിവിഷനിൽ ഫോൾസ്. റാഷണൽ നമ്പറിലോ അഡീഷനിൽ ട്രൂ, സബ്ട്രാക്ഷനിൽ ഫോൾസ്, മൾട്ടിപ്ലിക്കേഷനിൽ ട്രൂ, ഡിവിഷനിൽ എന്താണ് ഫോൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഈ എല്ലാ നമ്പേഴ്സും സബ്ട്രാക്ഷനിലും ഡിവിഷനിലും ഫോൾസ് ആണ്. ആകെ കൂടെ എന്താണ് അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിലും കമൻ്റ് ഇടാൻ മറക്കല്ലേ.